ഇതാണ് നമ്മളെ ടൊയോട്ടോ ഷോറൂമിൻ്റെ അവിടുത്തെ 23 റിയാൽ കട കേട്ടോ. ഇവിടെ എന്തെടുത്താലും 23 ഇതാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. അസ്സലാമു വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പോൾ ഞാൻ ഉണ്ട്, അതുണ്ട്, ഷെബുണ്ട്, നമ്മൾ അതിമോനുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ ഇവിടെ, ഏട്ടത്തിനൊന്ന് പോയി കാണണം. പിന്നെ ഞങ്ങൾ വന്നിട്ട് നാട്ടിൽ വന്നാണല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ പേഴ്സണലി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനില്ല ഷെബോ, അതിനൊക്കെ ഇപ്പോൾ അവിടെ കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൗദിയിലെ കാഴ്ചകളായിരിക്കും. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, ഉമ്മാനെ എന്താ കൊടുന്നൂടായിരുന്നു, ഉമ്മാനെ എന്താ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് ഇതേമാതിരി ഉമ്മാനെ കൊടുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. ഡോക്ടറിലെ ചോദിച്ചിട്ട് പക്ഷേ നമ്മൾ മരുന്ന് കൊണ്ടുവരാത്തത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം ഞങ്ങൾ നാട്ടിൽ കൊറോണയിൽ പെട്ടു. അപ്പോൾ തിരിച്ചിവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്ട്രഗിളിങ്ങിലായിരുന്നു അല്ലേ ഷെബോ? കാരണം സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ഉമ്മാനെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ 2 കൊല്ലം ഇവിടെ സ്റ്റക്കായി, ഉമ്മീട്ട് നാട്ടിലുമായി. കാരണം 1.5 കൊല്ലം നിന്നിട്ടാട്ടോ അങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ സ്ട്രഗിളിങ്ങിലായിരുന്നു. എല്ലാവർക്കും ഒരേ കൊറോണ എല്ലാവരും എഫക്റ്റ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പെങ്ങളെ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അല്ലേ വിചാരിക്കുന്നുണ്ട്. കാരണം പെങ്ങള് ഈ ജനുവരി ലാസ്റ്റോളം ഡെലിവറിയും കാര്യങ്ങളും അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉമ്മാനായിട്ടൊക്കെ കൊണ്ടുവരും. ഉറപ്പ് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ നമ്മളെന്താ പറയുക, പടച്ചോനെ നമ്മളൊന്ന് കരുതും, പടച്ചോൻ വേറൊന്ന് കരുതും. പടച്ചോനും കരുതണം, പിന്നെ നമ്മളും അതിന് പരിശ്രമിക്കും. അപ്പൊ എല്ലാം കൂടി ഓക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉമ്മാനെ നമ്മൾ കൊണ്ടുവരും അല്ലേ? അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ 1.5 കൊല്ലം നാട്ടിൽ സ്റ്റക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ 2 കൊല്ലത്തോളം ഇവിടെ സ്ട്രഗിളിങ്ങിലായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോയത്. ഇനി ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ ഇടയ്ക്ക് പോകും വരുമൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ നേരെ പോണത് നമ്മളൊരു കസീൻ ഉണ്ട്, അവനെ കാണാനാണ്. അവൻ്റെ അടുത്ത് വന്നിട്ട് അവനൊന്ന് കാണണം. റാഫി നമ്മുടെ ഷെബുവിൻ്റെ ബ്രദർ, അതായത് റാഫി നമ്മളെ അഷിന്റെ ബ്രദർ. അപ്പൊ ഓനെ കാണാൻ പോണം. അത് കഴിഞ്ഞിട്ട് ഉമ്മ അവിടേക്ക് പോകണം. പിന്നെ ഷോപ്പിംഗ് ഒക്കെ പാടെ കേട്ടില്ലേ ഒരു ചെറിയ വ്ളോഗ് കേട്ടോ. അവക്ക് ആരെ കൂടുതൽ മിസ് ചെയ്യണത്? ആരാണ് അവക്ക് കൂടുതൽ ആരാ മിസ് ചെയ്യണേ? എനിക്ക് അവനെ നല്ല മിസ് ചെയ്യണ്ട്. എനിക്ക് എന്റെ അവനെ മിസ് ചെയ്യണത് കേട്ടോ. കാണുന്നില്ലേ റാഫിയുടെ ലുക്ക്? എന്തൊക്കെ റാഫിയെ പറ്റിയത്? നല്ലോണം മെലിഞ്ഞും കിട്ടാം. എക്സ്ട്രീമായി മാമ കുട്ടിയാണ്. മെയിൻ ചെയ്തളാ മാമനം പോയിക്കോട്ടോ. ബായ് പറഞ്ഞ ഞങ്ങള് പോവാ റാഫി. ബായ് ബായ് ബായ്. സോക്സ് ഒക്കെ പോയടാ. ഇപ്പൊ ഈ കണ്ടില്ലേ ഈ റാഫി നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ തടി കുറഞ്ഞതാണ്. ഓൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല ഷെബോ. നമ്മളെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം അവൻ അത്യാവശ്യം നല്ല തടി ഉണ്ടായിനി. ഇപ്പൊ അത് ദുണ്ടേനു അല്ലേ? ഇപ്പൊ നല്ലോണം കുറഞ്ഞിട്ടോ. ഞങ്ങൾക്ക് തന്നെ പോലെ കണ്ടപ്പോ ഒരുപാട് മാറ്റം അല്ലേ? സങ്കടം വരും. അതേമാതിരി ഞാൻ നല്ലോണം തടി കുറഞ്ഞിനി. പക്ഷെ നാട്ടിൽ പോയപ്പോ എത്ര കിലോ കൂടി ഞങ്ങൾ? ഇപ്പൊ 94 ആയിട്ടോ. അത് 81 kg പോയതായിരുന്നു. ഒരു 9 കിലോന്റെ അടുത്ത് ഞാൻ കൂടി. ഇൻഷാ അല്ലാഹ് അത് കുഴപ്പമൊന്നുമില്ല, ഇനിയും കുറക്കും. അത് കുറക്കാൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇതേമാതിരി കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എന്താ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നൊക്കെ. ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി വെയിറ്റ് കുറച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണ്ടേ അല്ലേ?
അടിപൊളി. വെയിറ്റ് ഇറക്കാൻ പണിയൊന്നുമില്ല, സുഖമാണ്. കീർത്തനം തന്നെ ഉള്ളൂ. എങ്ങനെയാണ് ഏതാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഷെബു, ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. ഷെബു മുന്നിലൊക്കെ വാവ് 5 ഏതെടുത്താലും 5 റിയാലല്ലേ ഷെബു? ഇത് നമ്മള് നാട്ടിലേക്ക് പോണിന്റെ തലേന്നാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലേ? 2 ദിവസം മുന്നേ ഞങ്ങൾ ഇത് ഷോപ്പിൽ കയറിയിട്ടില്ല. ഏതെടുത്താലും 5 റിയാല് ആ മുന്നിൽ കാണുന്ന ഷോപ്പ്. അതാണ് വാവ് 5. ഇതാണ് നമ്മളെ ടൊയോട്ട ഏരിയ എന്ന് പറയുന്നത്. ടൊയോട്ട ഇതാണ് നമ്മളെ അയാത്ത് പ്ലാസ സൂക്കിലെ ആണ് നമ്മളെ ദമാമിലെ ടൊയോട്ട കേട്ടോ. ടൊയോട്ട എന്ന് അറിയപ്പെടുന്ന ടൊയോട്ട സിഗ്നല് ആ മുന്നിൽ കാണുന്ന ടൊയോട്ട. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ലേ ഷെബു? ടൊയോട്ട. അപ്പോൾ ഇതാണ് നമ്മളെ സ്വന്തം ഷോപ്പിംഗ് സെന്റർ വീവ. നമ്മൾ എന്തിനും ഏതിനും ഇങ്ങോട്ടല്ലേ വരിക ഷെബു? യെസ്. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ ടോയ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇവിടെ ഒന്നും അതിൻ്റെ ടോയ്സും കാര്യങ്ങളും തുടങ്ങി. ഇതാണ് ഇവിടുത്തെ അപ്പമാവ്. നമുക്കിങ്ങനെ പാക്കറ്റാക്കി കിട്ടും കേട്ടോ. നമ്മൾ കൊണ്ടുപോയി അപ്പം ചൂടാം. ഇതെന്താടി? ദോശ. ഇത് ഇഡ്ഡലി. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ചപ്പാത്തി. കൊണ്ടുപോയാണ്ട് ഇങ്ങനെ മാവ് കൂട്ടിയൊന്നും വെക്കണ്ട. അടിപൊളിയല്ലേ ഷെബു? ഇത് അടിപൊളിയല്ലേ? ചെന്നാണ് ചുട്ടാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. കുമ്മൂസ് ഇപ്പൊ ഇങ്ങനെ വന്നോ? വേറെ തുടങ്ങിയത് പുതിയതല്ലേ ഇപ്പൊ? ഇങ്ങനെ വരൽ തുടങ്ങിയില്ലേ? ഇതാണ് നമ്മളെ ടൊയോട്ടോ ഷോറൂമിൻ്റെ അവിടുത്തെ 23 റിയാൽ കട കേട്ടോ. ഇവിടെ എന്തെടുത്താലും 23. ഇതാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഗേൾസ് ഐറ്റംസ് ഉണ്ട്, കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടോ. നമ്മൾ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് പോയിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയില്ലേ, അതിൻ്റെ ഐറ്റംസ് ഇവിടെ കിടക്കണേ ഉണ്ടോ. കൂടുതലിപ്പോൾ തണുപ്പായില്ല ഇവിടെ. ഓരോ ടൈമിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് മാറും. ഇത് ഗേൾസിൻ്റെ, ഇത് ഫുള്ള് ഗേൾസിൻ്റെ സെക്ഷനാണ് ഉണ്ടോ. പാൻസ് കാര്യങ്ങളൊക്കെ. ഇത് ചെറിയ കുട്ടികളെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടോ. യെസ്. ഇവിടെ ഷെബൂറ്റും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം എനിക്ക് മാത്രമേ എടുക്കാനുള്ളൂ. പോലും വണ്ടിയിലിരുന്നു. ഇവിടെ ഒരുപാടുണ്ടാവും കേട്ടോ കുട്ടികളത്. നമ്മൾ ടൊയോട്ടയിലാണ്. ടൊയോട്ടയിൽ 2020 എന്നാണ് ഷോപ്പിൻ്റെ പേര്. പക്ഷേ 23 റിയാലാണ് എല്ലാത്തിനും. ഇതൊക്കെ ഗേൾസ് ഐറ്റംസാണ്. ഈ കാണുന്നൊക്കെ ബാക്കിൽ ഉണ്ടോ. ഫുള്ള് ക്ലോത്തൊക്കെ അടിപൊളി കേട്ടോ. നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേ. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളും കാര്യങ്ങളുമാണ്. ഇത് മാക്സി ഉണ്ടോ, നല്ല അടിപൊളി. ഇതെനിക്കെല്ലാം പറ്റി മാക്സി. പിന്നെ ഇവിടെ ഉണ്ടോ ഇനി ഫർദ ആണെങ്കിൽ പർദ ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ മാക്സി സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നൊക്കെ. പിന്നെ ഇതൊക്കെ മാക്സിയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തേക്ക് ഇടാൻ പറ്റുമോ വെച്ചാൽ ഇടാനും പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ്. ഇതൊക്കെ പർദകളാണ് കണ്ടോ. നല്ലല്ലേ. യെസ് കണ്ടോ, അടിപൊളി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ടാവും. 23 റിയാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
5 സെക്ഷനിലേക്ക് പോട്ടെ കേട്ടോ. ഈ സെക്ഷനിൽ ഫുള്ള് ഷൂകളാണ്. ഓ നല്ല അടിപൊളി ഷൂ ഇട്ടത്, നല്ല സ്റ്റാൻഡേർഡും നല്ല രസമുണ്ട് കണ്ടോ. എല്ലാം 23 റിയാല്. ഈ ഒരു സെക്ഷൻ ഫുള്ള് ന്യൂ ബോൺ ബേബീസിൻ്റെ കേട്ടോ, ഹോൾക്കിൽ ഐറ്റംസാണ് കണ്ടോ. ഫുള്ള് ന്യൂ ബോൺ ബേബിക്കാണ്. ഞാൻ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ചെരുപ്പ് കൊണ്ടുവരുന്നു കേട്ടോ നാട്ടിലേക്ക്. ഗേൾസിൻ്റെ അടിപൊളി അതേമാതിരി കുട്ടികളെ ചെരുപ്പും കാര്യങ്ങളും ഓക്കെ. ഏയ് സുട്ടേ, ഞാൻ അവിടെ വന്നേ. അപ്പോൾ അതാ നമ്മൾ ഷോപ്പൊന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോണ നേരെ എടുക്കുക വെച്ചപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ടീച്ചറമ്മ, അതായത് നമ്മൾ ടീച്ചറമ്മ ഉമ്മാൻ്റെ സിസ്റ്റർ എടുത്തൊക്കെ പോണത്. ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടീച്ചറാട്ടോ, അതാ ടീച്ചറമ്മ പറയുന്നത് ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ ടീച്ചറമ്മ എന്നാണ് വിളിച്ചില്. അപ്പോൾ അവിടേക്കാണ് പോണത്. പിന്നെ ഈ ഷോപ്പ് പറഞ്ഞാൽ നമ്മൾ ടൊയോട്ടയിൽ V1 ഒക്കെ ബാക്കിലായിട്ടില്ലേ 2020 എന്നാണ് കടൻ്റെ പേര്. പക്ഷേ 23 റിയാലാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ പെങ്ങന്മാർക്ക് ഷൂവും അച്ചുവിന് ഷൂ ഒക്കെ ഇവിടുന്ന് വാങ്ങിയത്. ഈ അവിടുന്ന് ബാഗോ ബാഗ് ചെരുപ്പൊക്കെ ഷെബ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് മെയിനായിട്ട് ഇതേമാതിരി ഇടയ്ക്ക് പോയി ടീഷർട്ട് എടുക്കും, ട്രൗസർ എടുക്കും, ജിമ്മിന് പോലെ ഒക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യല്. ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പോയത് ജിമ്മിൽ പോകാൻ ട്രൗസർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ നാട്ടിൽ പോകേണ്ടി പർച്ചേസ് ചെയ്തോളിയും. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഷോപ്പാണ് അല്ലേ. ഇത് നമ്മൾ ടൊയോട്ടയിൽ 2020 V1 ഒക്കെ ബാക്കിലായിട്ട് വരും. അപ്പോൾ ഓക്കെ തുറക്കി. സുന്ദരി പെണ്ണ് വാ. മനസ്സിലായ? ആരാ മനസ്സിലായോ? ആരാ പറ, പേര് പറ. ഇതാരാ പറ, ഇതാരാണ്? ജൊങ്ങേനി എന്നാ മാവനി എണീറ്റ് വാ വാ. കൊടുക്കട കുഞ്ഞ അങ്ങനത്തെ സാധനങ്ങളാണ്. ആദ്യം വയസ്സിന് ഉണ്ടാക്കുകയാണ്. കൊടുക്കടാ പ്ലീസ്. ഞാൻ എക്സാമിന് വേണ്ടിട്ടല്ലേ പോയത്. എന്താണ് സുന്ദരി, എന്താണ്? ഓ കാന്താരി കുട്ടി. ടാറ്റ കാണിച്ച് ഞങ്ങൾ പോവാണ്. ബൈ ബൈ. ഓക്കെ ഞങ്ങൾ വേഗം വരണ്ട കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് ഔട്ടിംഗ് ഒക്കെ പുറത്തൊക്കെ പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ ദാ നമ്മള് ഉമ്മാന്റെ സിസ്റ്റർ അടുത്ത് നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. നാട്ടില് ആയിക്കഴിഞ്ഞാല് നമുക്ക് എന്തായി അവിടെ പോരുമ്പോൾ ഒരു യാത്ര പറച്ചിലുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട്, അവരെ കാണണം. ഇനി നമ്മളൊരു ജുബൈലത്തെ ഒരു ഉപ്പാൻ്റെ ബ്രദറും വൈഫും, എൻ്റെ ഉമ്മാൻ്റെ ബ്രദറും വൈഫും ഉണ്ട്. അവരെ മോള് പ്രസവിച്ചിട്ടുണ്ട്, അവരെ കാണാൻ പോകണം. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററെ മോള് പ്രസവിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ, അവരെ കാണാൻ പോകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ ഇനി കുറച്ച് ദിവസം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഒരു ഇനിയും കൊച്ചു ചെറിയ വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ.